ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 12, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ഹെഡിങ്സ് ആണ്. OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് പ്രഖ്യാപിച്ചു. ബ്രഹ്മോസിന്റെ ഒരു പുതിയ യൂണിറ്റ്. ഓരോ വർഷവും ഏതാണ്ട് 100 മിസൈൽസ് ആണ് പുറത്തിറങ്ങാൻ പോകുന്നത്. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2021 റിലീസ് ചെയ്തു. വിമൻസ് ട്രിനേഷൻ വൺ ഡേ ഇന്റർനാഷണൽ സീരീസ് ഇന്ത്യക്ക് വിജയം. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് OV വിജയൻ മെമ്മോറിയൽ ലിറ്റററി അവാർഡ് 2024. OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് 2024. OV വിജയൻ മെമ്മോറിയൽ ലിറ്റററി അവാർഡ് പ്രഖ്യാപിച്ചു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡുകൾ നേടിയ എഴുത്തുകാരുടെ പേര്: ഇ. സന്തോഷ് കുമാർ, സന്തോഷ് ഏച്ചിക്കാനം, ഷാഫി പൂവത്തിങ്കൽ. 3 പേർക്കാണ് ഈ പ്രാവശ്യത്തെ 2024 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡുകൾ നൽകുന്നത്. ഒന്ന് ഇ. സന്തോഷ് കുമാർ, സന്തോഷ് ഏച്ചിക്കാനം, ഷാഫി പൂവത്തിങ്കൽ. 2024 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ ചെറുകഥ സമാഹാരമായ കാവനയുടെ രചയിതാവ് ആരാണ്? സന്തോഷ് ഏച്ചിക്കാനം. സന്തോഷ് ഏച്ചിക്കാനം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ചെറുകഥകളിലാണ്. അദ്ദേഹത്തിൻ്റെ കാവാന എന്ന ചെറുകഥയ്ക്കാണ് OV വിജയൻ മെമ്മോറിയൽ ലിറ്റററി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. സന്തോഷ് ഏച്ചിക്കാനം, അദ്ദേഹത്തിൻ്റെ ചെറുകഥയാണ് കാവാന. 2024 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ ജ്ഞാനഭാരം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? സന്തോഷ് കുമാർ. സന്തോഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ നോവൽ ആണ് ജ്ഞാനഭാരം. ഈ നോവലിനാണ് 2024 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2024 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ റാഖിബീനും അതീതനും ഇടയിലെ നുണകൾ, അതിൻ്റെ രചയിതാവ് ആരാണ്? പൂവത്തിങ്കൽ. അപ്പോൾ ഷാഫി പൂവത്തിങ്കൽ ആണ് റാഖിബിനും അതീതനും ഇടയിലെ നുണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഈ പ്രാവശ്യത്തെ OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയിട്ടുള്ള 3 എഴുത്തുകാരാണ് ഇ. സന്തോഷ് കുമാർ, സന്തോഷ് ഏച്ചിക്കാനം, ഷാഫി പൂവത്തിങ്കൽ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ബ്രഹ്മോസ് ഫെസിലിറ്റി ഇനോഗ്രേറ്റഡ് വിൽ പ്രൊഡ്യൂസ് 100 മിസൈൽസ് ഇൻ എ ഇയർ. ബ്രഹ്മോസ് സൗകര്യം ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ 100 മിസൈലുകൾ നിർമ്മിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണിത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 11 UPയിലെ ഏത് നഗരത്തിലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത്? ലക്നൗ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ. ലക്നൌവിലുള്ള ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറിലാണ് ഇന്നലെ, അതായത് മെയ് 11 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ നിർമ്മാണ യൂണിറ്റ് അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്നലെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. ലക്നൌവിലാണിത്. 2025 മെയ് 11 ഉത്തർപ്രദേശ് പ്രതിരോധ വ്യാവസായിക ഇടനാഴിയിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് ഇന്നലെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇത് ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. 11 മെയ് ഇന്നലെയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ലക്നൗ പ്രതിരോധ വ്യാവസായിക ഇടനാഴിയിൽ ഒരു വർഷത്തിൽ എത്ര ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കും? 80 മുതൽ 100 മിസൈൽ. ഒരു വർഷം ഏതാണ്ട് 80 മുതൽ 100 വരെ മിസൈൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 80 മുതൽ 100 മിസൈൽ വരെയാണ് ലക്നൌവിലുള്ള ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറിൽ നിർമ്മിക്കാൻ പോകുന്നത് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ലക്നൗ പ്രതിരോധ വ്യാവസായിക ഇടനാഴിയിൽ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ പരിധി എത്രയായിരിക്കും? 290 മുതൽ 400 കിലോമീറ്റർ വരെയുള്ള റേഞ്ചും മാക് 2.8 പരമാവധി വേഗതയും. അതായത് ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന ബ്രഹ്മോസ് മിസൈലിൻ്റെ റേഞ്ച് ആയിരിക്കുള്ളൂ 290 മുതൽ 400 കിലോമീറ്റർ വരെയുള്ള റേഞ്ച്. ഇതിൻ്റെ സ്പീഡ് ആണ് മാക് 2.8. ഇന്ത്യ, റഷ്യ സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു മിസൈൽ ആണ് ബ്രഹ്മോസ് മിസൈൽ. നിരവധി പരീക്ഷണങ്ങളാണ് ബ്രഹ്മോസ് മിസൈൽ ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ലക്നൌവിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഒരു വർഷം 80 മുതൽ 100 മിസൈൽസ് വരെ അതിനെ നിർമ്മിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്
സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2021 റിലീസ്ഡ് ഓൺ 7th May 2025. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2025 മെയ് 7 പുറത്തിറങ്ങി. അതായത് 2021 ഒരു റിപ്പോർട്ട് ആണ്. ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. അതായത് മെയ് 7 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം SRS റിപ്പോർട്ട് 2021 പുറത്തിറങ്ങിയിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 7 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2021 പുറത്തിറക്കിയ സംഘടന ഏത്? രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, RGI എന്ന് പറയുന്ന സംഘടന, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ഈ ഒരു സംഘടനയാണ് 2021 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം SRS റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക്. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2021 അനുസരിച്ച് 2019-21 ഇന്ത്യയുടെ മാതൃമരണ അനുപാതം എത്രയാണ്? 93. 2019-2021 മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ അനുപാതം 93 മാറിയിരിക്കുകയാണ്. 2014-2016 ഇത് 130 എന്നാൽ 2019-2021 ആയപ്പോഴേക്കും ഇത് 93 എത്തി. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2021 പ്രകാരം 2019-2021 ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് എത്രയായിരുന്നു? 1000 തത്സമയ ജനനങ്ങൾക്ക് 27. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 27 പേരുടെ മരണമാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് 2019-2021 കണക്കനുസരിച്ച്. എന്നാൽ 2014 ആണെങ്കിൽ 1000 ജനനം, അതിൽ 39 മരണനിരക്ക്. എന്നാൽ അതിൻ്റെ വ്യത്യാസം വന്നിരിക്കുകയാണ്. എന്നാൽ 2021 ആയപ്പോഴേക്കും 27 എത്താൻ സാധിച്ചു. 2021 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് 2019-2021 ഇന്ത്യയുടെ ജനന ലിംഗാനുപാതം എത്രയായിരുന്നു? 2021 913. ഇന്ത്യയിലെ സെക്സ് റേഷ്യോ ഇത് 2021 ആയപ്പോഴേക്കും 913 എത്തി. 913 എത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് അത് 899 എന്നാൽ അതിലുള്ള മാറ്റം വന്നിട്ടുള്ളത് ഇപ്പോൾ 913 എത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറും ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? ആഭ്യന്തര മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ വരുന്ന ഒന്നാണ് ഇന്ത്യയിലെ രജിസ്ട്രാർ ജനറൽ, ഒപ്പം തന്നെ സെൻസസ് കമ്മീഷണറും. ഈ ഒരു രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കണക്കാണ് മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റും സെക്സ് റേഷ്യോ എന്നിവയെല്ലാം തന്നെ കണക്കെടുത്തിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് മിസ് വേൾഡ് 2025 ഒഫീഷ്യലി ബിഗാൻ. മിസ് വേൾഡ് 2025 ഔദ്യോഗികമായി ആരംഭിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മിസ് വേൾഡ് മത്സരത്തിന്റെ 72ാം പതിപ്പ് 2025 മെയ് 10 ഔദ്യോഗികമായി ആരംഭിച്ചത് എവിടെയാണ്? ഗച്ചിബോളി ഇൻഡോർ സ്റ്റേഡിയം, ഹൈദരാബാദ്. ഈ പ്രാവശ്യത്തെ 72ാമത്തെ മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഹൈദരാബാദിലെ ഗച്ചിബോളി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. തെലങ്കാനയിലാണ് ഹൈദരാബാദിലാണ് മെയ് 10 ഇത് ഉദ്ഘാടനം നടന്നിട്ടുള്ളത് മിസ് വേൾഡിന്റെ. മിസ് വേൾഡ് മത്സരം സംഘടിപ്പിച്ചത് ആരാണ്? മിസ് വേൾഡ് ഓർഗനൈസേഷൻ. മിസ് വേൾഡ് ഓർഗനൈസേഷൻ ഇത് ആണ് മിസ് വേൾഡ് സംഘടിപ്പിച്ചിട്ടുള്ളത്. UK മിസ് വേൾഡ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുമ്പോൾ 1951 എറിക് മോർലി ആയിരുന്നു. എറിക് മോർലി ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് മിസ് വേൾഡ് കോമ്പറ്റീഷൻ. ഇത് 1951 മിസ് യൂണിവേഴ്സ്, മിസ് ഇന്റർനാഷണൽ, മിസ് എർത്ത് അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണ് മിസ് വേൾഡ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വുമൻസ് ട്രി നേഷൻസ് വൺ ഡേ സീരീസ്. വനിതാ ത്രിരാഷ്ട്ര ഏകദിന പരമ്പര. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ശ്രീലങ്കയിൽ നടന്ന വനിതാ ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ ഏതൊക്കെ 3 ടീമുകളാണ് പങ്കെടുത്തത്? ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക. 3 രാഷ്ട്രങ്ങൾ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക. ഈ 3 രാജ്യങ്ങളിലെ ഒരു ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയായിരുന്നു ശ്രീലങ്കയിൽ നടന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ശ്രീലങ്കയിൽ ഇത്തരത്തിലുള്ള ഒരു മത്സരം നടക്കുന്നത്. ശ്രീലങ്കയിൽ വനിതാ ത്രിരാഷ്ട്ര ഏകദിന പരമ്പര എപ്പോഴാണ് നടന്നത്? 2025 ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ഈ കഴിഞ്ഞ മാസങ്ങൾ നടന്നിട്ടുള്ള ഒരു മത്സരമാണ് ട്രി നേഷൻസ് ഇന്റർനാഷണൽ വൺ ഡേ ഇന്റർനാഷണൽ. 2025 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്നിട്ടുള്ള ആദ്യ വനിതാ ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ ഏത് ടീമാണ് കിരീടം നേടിയത്? ഇന്ത്യ.
സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, ഇന്ത്യ ഈ 3 രാജ്യങ്ങളുടെ മത്സരത്തിൽ ഇന്ത്യ കിരീടം കരസ്ഥമാക്കി. ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയായിരുന്നു. എന്നാൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്നും നമ്മൾ കുറച്ച് സമയം കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കൂ. പുതിയ പുതിയ കാര്യങ്ങൾ എന്ന് നമ്മൾ അറിയുന്തോറും നമുക്ക് ഉണ്ടാകുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിനുവേണ്ടി ശ്രമിക്കൂ, അതിനുവേണ്ടി സമയം കണ്ടെത്തൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.